ഈ കിളിവാതിലുകളിലൂടെ ലോകം കാണുന്ന ആൾക്കാരാണ് എന്നാണ് സാധാരണ പറഞ്ഞു കിട്ടുന്നത്. മറ്റുള്ളവരെ കുറിച്ച് വലിയ ധാരണകളൊന്നും ഉണ്ടാവാത്ത ലോകത്തെ പൊതുവായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള വലിയ ധാരണകളില്ലാത്ത, നമ്മുടെ ചുറ്റുപാട് എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് വലിയ ധാരണകളില്ലാത്ത തലമുറയാണ് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അങ്ങനെ മറ്റു തലമുറകളുമായിട്ട് സമൂഹത്തിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായിട്ട് വലിയ തോതിലുള്ള ഒരു ഇന്റിമസിയോ വലിയ തോതിലുള്ള ഇന്ററാക്ഷൻ ഒന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പം അത്തരം ഒരു തലമുറയുടെ മുന്നിലേക്കാണ് ഇന്നിപ്പോൾ 2026 ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വരുന്നത്. എൻ്റെ ആദ്യത്തെ നിങ്ങളുടെ ഒരു പ്രതികരണം എനിക്ക് ആവശ്യമുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയെ നിങ്ങൾ എങ്ങനെ കാണും? ജനാധിപത്യം നമ്മുടെ പ്രതീക്ഷ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയുക ലക്ഷ്യം നിറവേറ്റുന്നത് അത് എന്ത് റോളാണ് ചെയ്യുന്നത്? ജനാധിപത്യം ഇല്ലെങ്കിൽ നാട്ടിൽ എന്താ സംഭവിക്കുകയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടാണ്. ജനാധിപത്യം ഇല്ലാതിരുന്ന കാലവും നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. 1975 മുതൽ 77 വരെ 19-20 മാസക്കാലം വളരെ കൃത്യമായി ജനാധിപത്യം എന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാലഘട്ടം. നിങ്ങൾ ഈ ജനാധിപത്യത്തെ, കാരണം നമ്മുടെ ഏകദേശം നിങ്ങളുടെ തലമുറയിൽപ്പെട്ട കുറച്ച് സീനിയറായിട്ടുള്ള ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്, നമ്മുടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ. നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ജനാധിപത്യ പ്രക്രിയയോ ജനാധിപത്യ സംവിധാനത്തെയോ നിങ്ങൾ എങ്ങനെയാണ്? എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും നേരിട്ട് അറിയില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ വായനയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വഴി. അപ്പോൾ ഇന്ന് ഈ തൊഴിൽ തേടിയിട്ടൊക്കെയുള്ള ഒരു വല്ലാത്തൊരു അലച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് 25 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ക്വാർട്ടർ ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ചരിത്രത്തിന് പിറകെ പോകാനും എന്ത് സംഭവിച്ചു എന്നറിയാനും ഈ പറഞ്ഞ വായനയോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ അതിന് പിറകെ പോകാനോ പറ്റാത്തൊരു സ്ഥിതി പൊതുവെ യുവതലമുറയെ സംബന്ധിച്ച് നേരിടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. പലരും പഠിച്ചു, അവർ പുറം നാടുകളിൽ ജോലി ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ആർക്കാണ് കുത്തുന്നത്? ഇവർക്ക് കുത്താം, അവർക്ക് കുത്താം, ആ ഒരു രീതിയിലാണ് തിരഞ്ഞെടുപ്പ് അവിടെ കഴിഞ്ഞു. ആ ഒരു രീതിയിലാണ് പല ആൾക്കാരും, ചിലരൊക്കെ വോട്ട് ചെയ്യാൻ വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കുന്ന ഇതിലേക്ക് കാണുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ തലമുറയിൽ കുറേ ആളുകൾ നമ്മുടെയൊക്കെ ഈ ഒരു പുരോഗമനം എന്നുള്ള ആശയത്തിൽ നിന്നൊക്കെ മാറിയിട്ട് മറ്റു പല വഴികളിലേക്കൂടി അതായത് ഈ സമ്പത്ത് അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അപ്പം അതിന് പിറകെ ചില പ്രത്യേക പാർട്ടിക്കാരുടെ കയ്യിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊഴിലും ഈ പറഞ്ഞ പോലെ ഒരുപാട് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് അവരെന്നുള്ള രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ വരുമ്പോൾ ആ വഴിക്ക് പോവാൻ. അപ്പോൾ ഇതൊന്നും ഈ പറഞ്ഞ ചരിത്രബോധമോ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് കൃത്യമായ വിവരം ഇല്ലാത്ത ഒരവസ്ഥ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല എങ്കിൽ പോലും പുതിയ കുട്ടികൾ പലപ്പോഴും വിദ്യാർത്ഥികളായാലും ഒക്കെ ഈ പറഞ്ഞ രജസ്വിനി സൂചിപ്പിച്ച കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. ഒരു പ്രതിസന്ധിയായിട്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ കാര്യം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് എന്നത് കേവലം നമ്മൾ ടി വിയിലും ചാനലിലൊക്കെ കാണുന്ന ഒരു ഷോ മാത്രമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത് അതിന് ബദലായി തന്നെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ ഈ ഗാഡ്ജറ്റുകളും ഒപ്പം ഉപയോഗിച്ചുകൊണ്ട് ഈ വലതുപക്ഷം രൂപപ്പെടുത്തിയെടുക്കുന്ന അല്ലെങ്കിൽ വർഗീയ സംഘടനകൾ രൂപപ്പെടുത്തിയെടുക്കുന്ന നുണപ്രചരണങ്ങളെ സമർത്ഥമായി പ്രതിരോധിക്കുന്ന ഒരു വിഭാഗം കൂടി പുതിയ തലമുറയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനായിട്ട് ചരിത്രത്തിൽ നിന്നും നമ്മുടെ സാമൂഹിക ശാസ്ത്രത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ റിസോഴ്സുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന വർഗീയ പ്രചരണങ്ങളെ, നുണപ്രചരണങ്ങളെ സമർത്ഥമായിട്ട് പ്രതിരോധിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫാക്ട് ചെക്ക് ടീം ഒരു പക്ഷേ ഈ പറയുന്ന തലമുറയിൽ സമർത്ഥമായിട്ട് ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും കാര്യം.
ആ ഒരു തലമുറ, ആ ഒരു കൂട്ടം ആളുകളുടെ ഒരു വ്യാപനമാണ് ഒരർത്ഥത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും ആവശ്യമുള്ളത്. കാരണം ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സ്വാധീനിക്കപ്പെടാൻ കഴിയുന്ന, തിരഞ്ഞെടുപ്പിനെ ആയാലും നമ്മുടെ സമ്മതിദാന അവകാശത്തെ ആയാലും എല്ലാം എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരിടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഒരുപക്ഷെ നമ്മുടെ ഗ്രൗണ്ടിലുള്ള പ്രചരണത്തെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സംഘർഷങ്ങൾ ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നടക്കുന്നുണ്ടാകും. നമ്മൾ തന്നെ ഇന്നത്തെ പത്രസമ്മേളനങ്ങളും അല്ലാതെയുള്ള നുണ പ്രവൃത്തികളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിനെ പ്രതിരോധിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. കേരളത്തിൻ്റെ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വലിയ ചരിത്രം പരിശോധിക്കേണ്ടി വരും. അപ്പോൾ 1957 മുതലുള്ള ആ വലിയ ചരിത്രം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ ഗവൺമെൻറ്റുകളും ഏതൊക്കെ രീതിയിലുള്ള നയപരമായ തീരുമാനങ്ങളാണ് എടുത്തതെന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഈ നയങ്ങൾ രൂപീകരിച്ചത് ആരാണ് എന്ന് ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കേവലമായി രൂപപ്പെട്ട ഒന്നല്ല എന്നും അതിന് വലിയൊരു ഗ്രൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കപ്പെടും. 1957 മുതൽ ആരംഭിച്ച ഒരു സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിത്തറയിലാണ് ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അവർ ഭരണത്തിലേറിയപ്പോഴൊക്കെ ഇത്തരത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുത്തത് നമുക്കറിയാൻ പറ്റും. ക്ഷേമ പെൻഷൻ എന്നുള്ള ഒരു ആശയത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് 1987 ഇ കെ നായനാർ മന്ത്രിസഭയിൽ ആരംഭിച്ച 45 രൂപയിൽ ആരംഭിച്ച ഈ ക്ഷേമ പെൻഷൻ്റെ വലിയ വികാസം കാണാൻ പറ്റും. അപ്പോൾ അതിനിടയിൽ ഏതൊക്കെ മന്ത്രിസഭകളാണ് ഈ ക്ഷേമ പെൻഷനിൽ വികസിപ്പിച്ചത് എന്ന് കൃത്യമായ ഫാക്ട് നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചരിത്രത്തെ ഓരോ സന്ദർഭത്തെയും എടുത്ത് പുനഃപരിശോധിക്കുകയും ഇതുവരെ വന്ന മന്ത്രിസഭകൾ ഏതൊക്കെ രീതിയിലാണ് കേരളത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുത്തതെന്നും വികസനം എന്നത് സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ കോർപ്പറേറ്റ് യുക്തികൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള സ്വകാര്യവൽക്കരണമല്ല എന്നൊരു ബോധ്യം ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ ഒരുപക്ഷെ അത്തരത്തിൽ സന്നദ്ധരായിട്ടുള്ള യുവാക്കളിലൂടെ, യുവതികളിലൂടെ, ഒരു തലമുറയിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫാക്ട് ചെക്ക് ടീം നമുക്ക് തീർച്ചയായിട്ടും വേണം. കാരണം അവർക്ക് ചരിത്രത്തിൽ നിന്ന് മാത്രമേ ഈ റിസോഴ്സ് എടുക്കാൻ പറ്റൂ. അല്ലാതെ അവർക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്തുനിന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോകത്തുനിന്നോ നമുക്ക് ഒരിക്കലും എളുപ്പത്തിൽ പുറത്തു കിടക്കുന്ന കാര്യം പറ്റില്ല. കാരണം നമ്മൾ ആ ലോകവുമായിട്ട് അലിഞ്ഞു ചേർന്നൊരു സമൂഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസിൽ, ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ ആ പ്രതലത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ കൂട്ടം ആളുകളുടെ ഒരുപക്ഷെ വോട്ട് ഒരുപക്ഷെ വളരെ നിർണായകമായി ഇടപെടുന്ന ഒരു ഇലക്ഷൻ കൂടിയായിട്ടായിരിക്കും ഒരുപക്ഷെ ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കിളിവാതിൽ കൂടി തന്നെയാണ് ലോകം കാണുന്നത്. പക്ഷെ കാണുന്ന കാഴ്ച കുറച്ചും കൂടി വിശാലാണ്. കാരണം നമ്മൾ ചെറിയൊരു കാര്യത്തിൽ കൂടി കാണും, നമുക്ക് എന്തിനെ പറ്റിയും കാണാം. ഇപ്പൊ നമ്മുടെ നവമാധ്യമത്തിന്റെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം പോലെയുള്ള കാര്യങ്ങളുടെ അൽഗോരിതം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് കാണുന്നതെങ്കിൽ നമ്മൾ നിരന്തരമായി കാണുന്നത് ജനാധിപത്യമാണ്. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വീഡിയോകളാണ് കാണുന്നതെങ്കിൽ നമ്മൾ നിരന്തരമായി കാണുന്നത് ചരിത്രത്തിന്റെ വീഡിയോകളാണ്. അപ്പോൾ നമുക്ക് ലോകത്തിൽ നടക്കുന്ന നാനാവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ട് നമുക്ക് നമ്മുടെ നവമാധ്യമങ്ങളിൽ കൂടി തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനാണെങ്കിൽ വിദ്യാർത്ഥികളിൽ രാഷ്ട്രീയ ബോധമുണ്ട്. പ്രത്യക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ കൂടി കൃത്യമായ രാഷ്ട്രബോധവും ജനാധിപത്യ ബോധവും ഇന്ന് മിക്ക വിദ്യാർത്ഥികളിലും ഉണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്. നമുക്കറിയാം ഒരു ബ്രഹ്മണിക് യുഗലം പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രാഹ്മണിക് കാലഘട്ടവും അല്ലെങ്കിൽ കേരളത്തിലുണ്ടായ മുന്നത്തെ ദളിത് വ്യവസ്ഥയെല്ലാം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അറിയാം ജനാധിപത്യം ഇല്ലാത്തൊരു രാജ്യത്ത് എന്താണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ തെളിവുകൾ നമ്മൾ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങളായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾ ആ രീതിയിലേക്കുള്ള തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ജൻസികളെ വളരെയധികം ഇത്തരത്തിലേക്കൊന്നും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത, ചരിത്രത്തിനോടൊന്നും താല്പര്യമില്ലാത്ത, ജനാധിപത്യത്തിനോടോ രാഷ്ട്രീയത്തോടൊന്നും താല്പര്യമില്ലാത്തൊരു വിഭാഗമായിട്ട് ജൻസികളെ കാണുന്നുണ്ട്. എനിക്കങ്ങനെ എല്ലാം പൊതുവായിട്ട് അങ്ങനെ പറയുന്നതിനോട് താല്പര്യമില്ല. കാരണം 80s-ലാണെങ്കിലും 90s-ലാണെങ്കിലും ജനാധിപത്യത്തിനോടും രാഷ്ട്രീയത്തിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലത്തെ ഒരു വിഭാഗം ജൻസികളിലുണ്ട്, ഒരുപക്ഷെ കൂടുതലായിരിക്കാം. എന്നിരുന്നാൽ കൂടി നമ്മൾ കണ്ടിട്ടില്ല ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ചരിത്രത്തിനെ പറ്റിയിട്ട് ഇവർ പഠിക്കുന്നില്ലെങ്കിൽ കൂടി നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നിരന്തരമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു 10 വർഷത്തെ ഭരണകാലഘട്ടം അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഭരണകാലഘട്ടത്തെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്
ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ മറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഇവർക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ വിലയിരുത്തൽ എന്തായാലും നമ്മുടെ ജനാധിപത്യത്തിന്റെ ബോധത്തിന്റെയും രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടപെടലുകളെ ഒക്കെ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുകയും ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സമ്മതിദാന അവകാശം അവർ നിർവഹിക്കുകയും ചെയ്യും എന്നാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ ആദ്യത്തെ അനുഭവമാണ്, അല്ലെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം, ഇങ്ങനെ ചില ഇടവേളകളാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. ഇത് തുടർച്ചയായിട്ട് 10 വർഷം. ആ 10 വർഷം കൊണ്ട് ഒരു സമൂഹത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഭരണപരമായിട്ടുള്ള നടപടികൾ, അതിന് എങ്ങനെയാണ് തുടർച്ച ഉണ്ടാകുന്നത് എന്ന്, ആ തുടർച്ച എങ്ങനെയാണ് ഈ വികസന പ്രവർത്തനങ്ങളെ, വികസന പദ്ധതികളെ ഏറ്റവും ശരിയായ രൂപത്തിൽ വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിന്റെ അനുഭവത്തിൽ നമുക്ക് നോക്കിക്കാണാം. ഞാൻ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയൊന്നും അല്ല. ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള 10 വർഷത്തെ ഇടയിലല്ല കേരളത്തിലെ എല്ലാവർക്കും വീട് കിട്ടിയത്. അത് മുമ്പേ 5 വർഷം ഭരിച്ച എന്താ പറയുക മുഖ്യമന്ത്രിയുടെ കാലത്തും ഇതേപോലെ ലക്ഷക്കണക്കിന് 4 ലക്ഷം വീടുകൾ നൽകിയിട്ടുണ്ട്. ജനങ്ങളിൽ അങ്ങനെ പരാമർശിക്കാനല്ല, അങ്ങനെയുള്ള ഇതുണ്ട്. അപ്പൊ ഈ സാധാരണ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇലക്ഷൻ ഈസ് ആൻ ആർട്ട് ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് മാനോവറിംഗ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിലാരാണ് എക്സ്പേർട്ട്, അവർ സംഗതിയും കൊണ്ട് പോകും എന്ന് സാധാരണ തമാശയായിട്ട് പറയാനുള്ളത്. തമാശ ആയിട്ട് കാണുന്നതിനപ്പുറത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഗീബൽസിന്റെ സിദ്ധാന്തം എങ്ങനെയാണ് നമ്മുടെ സമകാലിക കേരളീയ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഗവൺമെന്റ് ഓരോ മേഖലയിലും നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതി, ഇതിനോട് നിങ്ങൾ എങ്ങനെയാണ് ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പോട് അടുപ്പം ഉൾപ്പെടെ ഈ ഗവൺമെൻറ് ഒരു പ്രോഗ്രസ് കാർഡ് ഉൾപ്പെടെ പുറത്തിറക്കുന്നതിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രസ് കാർഡ് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് PSC ഉൾപ്പെടെയുള്ള നിയമനങ്ങളാണ്. അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. കഴിഞ്ഞ ഒരു കാലയിൽ 3,09,845 പേർക്കാണ് PSC വഴി തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 27 സംസ്ഥാനങ്ങളിൽ 60% PSC നിയമങ്ങളും പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അത് യുവാക്കളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് അതിനെ കാണാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, എല്ലാവർക്കും ഒരു പക്ഷേ സർക്കാർ തൊഴിൽ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റണമെന്നില്ല. ഇവിടുത്തെ എല്ലാ യുവാക്കൾക്കും സർക്കാർ തൊഴിൽ അല്ലെങ്കിൽ PSC വഴി നിയമനം കൊടുക്കാൻ വേണ്ടി സാധിക്കണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്കുൾപ്പെടെ ഈ യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി ഒരുപാട് അവസരം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തിന് ഉൾപ്പെടെ നോക്കുമ്പോൾ ഒരുപാട് യുവ സംരംഭകർ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ യുവജന സംഘടനകളുടെ ഭാഗമായിട്ടൊക്കെ ഇതിന് യോഗങ്ങളും മറ്റ് പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ ഈ യുവാക്കൾ ഒരുപാട് അവരുടേതായ സംരംഭങ്ങളെ കുറിച്ച് പറയുന്നതും അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിൽ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും നല്ല രീതിയിൽ ഇപ്പോൾ സംരംഭങ്ങൾ തുടങ്ങാൻ അത്രയും സ്വതന്ത്രമായി സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മുടെ കേരളം മാറി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കണക്കിലെടുക്കുമ്പോൾ 1-ം സ്ഥാനത്തെത്തി. 2019 27-ാം സ്ഥാനത്തെങ്ങാനും ആയിരുന്നു. ഇപ്പോൾ 24 25 കണക്കെടുക്കുമ്പോൾ കേരളം 1-ം സ്ഥാനത്തെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചത് ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു തന്നെയാണ്. ഇപ്പോൾ GLP സ്കൂൾ, നമ്മുടെ തളിരമ്പലത്ത് തൊട്ടടുത്തൊരു സ്കൂളാണ്. ലിഫ്റ്റ് സൗകര്യത്തോടു കൂടിയാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും പാഠപുസ്തകമായി വന്നാലും, അന്ന് മുമ്പത്തെ മന്ത്രിമാരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ഓണം വന്ന സമയത്തും പാഠപുസ്തകം എത്താത്തപ്പോൾ ഓണം നേരത്തെ വന്നു എന്ന് പറഞ്ഞൊരു കാഴ്ചയായിരുന്നു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ജൂൺ 1-ന് സ്കൂൾ തുറക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ കുട്ടികളിലേക്ക് പാഠപുസ്തകവും യൂണിഫോം കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന മേഖല യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാനെല്ലാം 7-6 കാലഘട്ടത്തിനകത്താണ് കഴിഞ്ഞ ഒരു പറയണത്. 10 വർഷത്തിന് മുമ്പ് 7-6 ക്ലാസ്സിനകത്ത് പഠിക്കുമ്പോൾ മഴ പെയ്താൽ ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി പറ്റാത്ത കാഴ്ചയാണ്. അതായത് എൻ്റെ ക്ലാസ്സിൽ ലൈറ്റ് ഇല്ല. പക്ഷെ ഇന്ന് സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ട്യൂബ് ലൈറ്റിന് നമ്പർ ഇട്ട കാഴ്ചയുണ്ട്. ട്യൂബ് ലൈറ്റ് TL1 TL2 അങ്ങനെ 5 ഫാൻ 5 ലൈറ്റ്. ഇപ്പം നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച.
അപ്പം അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം മാറ്റങ്ങൾ നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രായത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരു 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഈ 2 ഭരണവും കണ്ടിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ള ഒരു കാഴ്ചയാണ്. അതൊരു 10ാം ക്ലാസ്സിന് താഴെയുള്ളവരായിരിക്കും, പവർ കട്ട് എന്താണെന്ന് അറിയാത്ത വിദ്യാർത്ഥികൾ അതിനും താഴെയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അത്രയും ചെറിയ ക്ലാസ്സിനകത്ത് പഠിക്കുന്നവരായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കാലഘട്ടവും കണ്ടവരാണ്. സ്വാഭാവികമായിട്ടും ഈ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. പവർ കട്ടില്ലാത്തൊരു കാലഘട്ടം നമ്മൾ കണ്ടു. വാട്ടർ മെട്രോ ഉൾപ്പെടെ ഒരുപാട് പുതിയ സംവിധാനങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നിലവിലെ ഗവൺമെൻറ് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പറയാൻ വേണ്ടി തുടങ്ങിയാൽ എണ്ണിയാൽ ഒടുങ്ങാതെ ഇപ്പോൾ നാളെ രാവിലത്തോളം വരെ പറയാൻ വേണ്ടിയുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ ഈ ഭരണം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു വിമർശനം എന്ന രീതിയിൽ കേരളത്തിനകത്തില്ല, പുറത്തെങ്കിലും ഈ ഇലക്ഷനുകൾ ശരിയല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ പല ക്രമക്കേടുകളും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കാണിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ട്. നമ്മൾ കണ്ടു ഒന്ന് കൈപ്പത്തിക്കാന്ന് കുത്തിയതിൽ താമര വരിക, താമരക്ക മറ്റ് ചിഹ്നങ്ങൾ ഉൾപ്പെടെ കുത്തുമ്പോൾ ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് പോകുന്ന കാഴ്ച ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. കേരളത്തിനകത്ത് ഇന്നവരെ ആ ഒരു സംഭവം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ഇത് നമ്മുടെ യുവാക്കളുടെ വലിയൊരു തെറ്റായ സന്ദേശം ഉൾപ്പെടെ നൽകുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു അവകാശമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിനെ കാണുന്ന എൻ്റെ അവകാശമാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു 5 വർഷ കാലയളവിൽ ഈ നാടിനകത്ത് ഗുണമുണ്ടായ ഗവൺമെൻറ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഗവൺമെൻറ് തുടരണമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെ ഉൾപ്പെടെ സംബന്ധിച്ചിടത്തോളം ശരിയല്ലാത്ത ഭരണമാണ് ഉണ്ടായിരുന്നത്, അവർ തുടരേണ്ടതില്ല എന്നുള്ളതും എൻ്റെ അവകാശമാണ് തീരുമാനിക്കേണ്ടത്. അത്തരം അവകാശങ്ങൾ തെറ്റായ രീതിക്കകത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു വിമർശനം ഈ ഘട്ടത്തിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ച വെച്ചോളം തന്നെ ഇത്തരം കഴിഞ്ഞ കാലയളവിലെ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലമുണ്ടായ വീഴ്ചകൾ, നമ്മുടെ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാം പറയാമെന്ന് പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. ആശുപത്രി ഉൾപ്പെടെ വലിയ രീതിക്കകത്തുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. PHC ഒക്കെ മാറി ഫാമിലി ശസ്ത്രക്രിയയിലും നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ ഉദാഹരണങ്ങളാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. ഈ മാറ്റങ്ങൾ പക്ഷേ പുതിയ തലമുറ പൂർണ്ണമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചാൽ ഈ ഭരണം തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചോളത്തെ ഇത്തരത്തിലുള്ള ഫാക്ട് ചെക്കുകൾ ഉണ്ടാവണം. അന്ന് പട്ടയങ്ങൾ കൊടുത്തായാലും ഭൂപ്രഭുത്വന്മാരിൽ നിന്നും പിന്നെ ഭൂമി പിടിച്ചെടുത്ത തൊഴിലാളികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണം തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തന്നെ യുവാക്കളെ, വിദ്യാർത്ഥികളെ അത്രത്തോളം ചേർത്ത് പിടിച്ച അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടു എല്ലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തയ്യാറുള്ള കാഴ്ചയുണ്ട്. 27 പൊതുമേഖലാ ബാങ്കുകൾ ഉൾപ്പെടെയാണ്, പിന്നെ 12 ബാങ്കുകളായി ലയിപ്പിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മളുണ്ട്. ഒരുപാട് യുവാക്കൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ തൊഴിലിൻ്റെ സാധ്യത ഇല്ലാത്തത് ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തയ്യാറെന്ന് ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 2 ഗവൺമെൻറ്റിനെയും താരതമ്യം ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും യുവജനങ്ങളെ, വിദ്യാർത്ഥികളെ, ഇവിടുത്തെ ജനവിഭാഗങ്ങളെ അത്രയേറെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന രീതിയിലാണ് സൂചിപ്പിച്ചത്. പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് വിദ്യാഭ്യാസത്തിനെ കുറിച്ചായിരിക്കും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലെല്ലാം പഠിക്കുന്ന സമയത്ത് പാഠപുസ്തകങ്ങൾ നമുക്ക് സ്കൂൾ തുറന്നിട്ടും കുറച്ച് വൈകിട്ടാണ് കിട്ടിയത്. ഇനി അഥവാ അത് കിട്ടിയാലും ചിലപ്പോൾ 2-3 കുട്ടികൾക്ക് കിട്ടാൻ പിന്നെയും ബാക്കിയുണ്ടാവും. അതും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരാൾ അടുത്തിരിക്കുന്നവരെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ടായിരിക്കും കുറച്ചു കാലം പഠിക്കുന്നത്. പക്ഷെ ഇന്ന് പറയുമ്പോൾ ഇത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ പാഠപുസ്തകങ്ങൾ ലഭിച്ചു. പിന്നെ അന്ന് നമ്മൾ പഠിക്കുന്ന സ്കൂളല്ല ഇന്നിപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓരോ ക്ലാസ് റൂമിൽ വരെ ഓരോ പ്രൊജക്ടർ ഇപ്പോൾ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നത് ചിലപ്പം ടീച്ചർ പറയുന്നതിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ചിലപ്പം കണ്ടിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിപ്പം ഒരു ക്ലാസ്സിലിരുന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യമാണ്. പിന്നെ വികസനം എന്ന് പറയുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രതിമാസം 1000 രൂപ ലഭിക്കുന്നുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്കും ചിലവുണ്ട്. ആ ഒരു കാര്യം മനസ്സിലാക്കി ഇന്നത്തെ സർക്കാർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു വലിയ കാര്യമാണ്. പോയി. എന്നാലും ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു യൗവനകാലം തുടങ്ങുന്ന സമയത്ത് സൗദിയിലേക്ക് പോയതാണ്. ഏകദേശം 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് അത്ഭുതം കൊണ്ടിട്ടുണ്ട്. സൗദി അറേബ്യകളെ പോലെ ഗൾഫ് രാജ്യങ്ങളിലെ റോഡുകളെ പറ്റി, അവിടുത്തെ വികസനങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മൾ ഇതൊക്കെ കേട്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ അവിടുന്ന് വന്ന് നമ്മളിവിടെ എത്തി ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ കേരളത്തിനകത്ത്, റോഡിനകത്ത്, വിദ്യാഭ്യാസ മേഖലകളിൽ, ആശുപത്രികളിലെ വികസന മേഖലകളിൽ, വിദ്യാഭ്യാസ സ്കൂൾ കെട്ടിടങ്ങളൊന്നും ഒരിക്കലും നമ്മളങ്ങനെ വിചാരിച്ചു. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിനകത്ത് വന്ന മാറ്റങ്ങൾ ഏറ്റവും എനിക്ക് ഉദാഹരണം പറയാനുള്ളത്, നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണി മുതൽ ഒരു ലീവല്ല. നമ്മുടെ പണിയെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് പുറത്തുള്ള
മൂത്രശാല കഴുകുക എന്നുള്ളതായിരുന്നു നമ്മുടെ. അത് ഇപ്പോഴത്തെ ജൻസി കുട്ടികൾക്ക് എത്രമാത്രം അറിയുമെന്നറിയില്ല. 3 മണിക്ക് ശേഷം വെള്ളിയാഴ്ച എല്ലാ ദിവസവും 1 മണിക്കൂർ 4 മണി വരെ മൂത്രശാല നമ്മൾ കുട്ടികൾ കഴുകുക എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം എൻ്റെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്ത ഒരു സ്കൂളിലെ ബാത്റൂമിൽ ഞാൻ പോയപ്പോൾ അത്ഭുതപ്പെട്ടിരുന്നു. എത്രമാത്രമാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നമ്മുടെ സമൂഹത്തെ വികസനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം അത് തന്നെയാണ്. മറ്റെല്ലാ മേഖലകളിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച് പുതിയ ജനസി കുട്ടികൾ സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായ അക്ഷയമുണ്ട്. അക്ഷയമില്ലാത്ത ഒരു കുട്ടികളും നമ്മുടെ സമൂഹത്തിലില്ല. നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് ആ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രതലം, ഒരു അൽഗോരിതം സൃഷ്ടിക്കേണ്ടത് നമ്മളാണ് എന്നുള്ളൊരു ബോധം പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഉണ്ടാകണം എന്നുള്ളൊരു ബോധമാണ് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പറയാനുള്ളത്. കാരണം നമ്മുടെ കുട്ടികൾ എങ്ങനെ പോകണമെന്ന് നിയന്ത്രിക്കേണ്ടത് നമ്മുടെ രക്ഷിതാക്കളാണ്. അവർക്ക് കൃത്യമായ രാഷ്ട്രീയബോധം പറഞ്ഞു കൊടുത്ത് അവർക്ക് രാഷ്ട്രീയബോധത്തിലൂടെ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലെ ഉത്ഭുതരായ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തണമെന്ന് പറയാനുള്ള. അതുപോലെ ഇടതുപക്ഷം തീർച്ചയായിട്ടും 3ാം വട്ടവും വളരെ ശക്തമായിട്ട് തന്നെ വരും. നമ്മുടെ നാട് വികസിക്കും, ഇനിയും വികസിക്കും എന്ന് യാതൊരു സംശയവുമില്ല. പേടിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ ജില്ലയിൽ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ നമ്മൾ ഒന്ന് നോക്കുക. മിക്കവാറും ഒരു 5 വർഷം കൂടുമ്പോൾ ഒരു ലഹള അല്ലെങ്കിൽ ഒരു അടി ഒരിത് എന്നത് ഒരു സ്ഥിരം എന്താ പറയുക കണക്കായിട്ട് മാറുന്ന ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം ഒന്ന് പരിശോധിക്കുക. നമ്മൾ വർഗീയ കലാപങ്ങളില്ലാത്ത കേരളം അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ വർഗീയ കലാപങ്ങളില്ലാത്ത വർഗീയതയുടെ വളർച്ചയെ അതിൻ്റെ വ്യാപനത്തെ പ്രത്യക്ഷമായ രൂപത്തിലെങ്കിലും ഞാൻ അങ്ങനെ പറയാം പ്രത്യക്ഷമായ രൂപത്തിലെങ്കിലും അതിൻ്റെ വ്യാപനത്തെ കൃത്യമായിട്ട് പ്രതിരോധിച്ച ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എവിടെയും ഈ പറയുന്ന സാമൂഹിക സംഘർഷത്തിൻ്റെ ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എങ്ങനെയാണ് അതിനൊപ്പമുള്ള ജനങ്ങളെ മുഴുവൻ ചേർത്ത് പിടിക്കുക. നമ്മൾ ഈ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വൈകാരികമായിട്ടുള്ള അർത്ഥമുള്ള വാക്കാണെന്ന് നമുക്ക് തോന്നും. നമ്മൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഒരു വികാരം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിക്കുകയും അവിടെ മതം, ജാതി തുടങ്ങിയ വിഭജന ഘടകങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ടാക്കുന്നതിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ഗവൺമെൻറ് വലിയ തോതിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നും അത് 100% വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ അർത്ഥം ആളുകൾക്ക് ജാതിയില്ലാന്നോ, ആളുകളുടെ ഉള്ളിൽ വർഗീയത ഇപ്പോഴില്ല, എല്ലാം പോയി, ക്ലീനായി എല്ലാം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പുറത്തേക്ക് ഒരിക്കലും എത്താൻ കഴിയാത്ത രൂപത്തിൽ അതിനെ അവിടെ കട്ടയിൽ ചെയ്യാനും ഒപ്പം അതിനെ നിയന്ത്രിക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് നിങ്ങൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മറ്റ് പിന്നുള്ളവർ അധികാരത്തിൽ വരുമ്പോൾ വർഗീയ കലാപങ്ങൾ തുരുതുരെ ഉണ്ടാവുകയും ആളുകൾ ഈ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ സംഘർഷത്തിൻ്റെ ഭൂമികയിലേക്ക് പോകുന്നു എന്നും, എന്തുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വർഗീയ കലാപങ്ങൾ ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നില്ല, ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ടോ? നിങ്ങൾ അതിനെ ഏതെങ്കിലും തരത്തിലൊരു കമ്പാരിസൺ, ഒരു താരതമ്യം നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കാനിടയുണ്ട്? ഏതൊരിടത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് വികസനത്തിനെ കുറിച്ചും മറ്റ് കഷ്ടതകളെ കുറിച്ചും പറയുമ്പോഴും മറ്റുള്ള നേതാക്കന്മാർ പറയുന്നത് ശബരിമല പോലുള്ള ജാതിയുടെ ഒരു വക്കത്താണ് അവർ പറയുന്നത്. നമ്മൾ സംസാരിക്കുന്നത് വികസനവും ബാക്കിയുള്ളവരുടെ കഷ്ടത പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പോഴും മറ്റ് നേതാക്കന്മാർ ജാതി, മതം, വിശ്വാസങ്ങൾ ഇതിനൊക്കെ ആലോചിച്ച് അതിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പല കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടത്തേക്ക് നോക്കേണ്ട തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തിലേക്ക് പോയാൽ തന്നെ ജാതി പറഞ്ഞ് ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് LDF സർക്കാരിൻ്റെ ഒരു ഗുണം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ ഇരിക്കുന്ന എൻ്റെ പിന്നിലും മുൻപിലും സൈഡിൽ ഇരിക്കുന്ന ആർക്കും എൻ്റെ ജാതിയോ മതമോ അറിയേണ്ട ആവശ്യമില്ല. അതിപ്പോൾ എൻ്റെ വിദ്യാലയങ്ങളിലായി പോലും അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ നേരെ മറിച്ച് വേറൊരാളാണെങ്കിൽ ഇവിടെ ജാതി പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് എന്നെ തച്ചുടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ
കഴിഞ്ഞ കുറേ ഭരണകാലഘട്ടത്തിൽ പിന്നെ LDF മുമ്പ് വന്ന കോൺഗ്രസ് കാലത്തും പല പ്രശ്നങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുന്ന നോക്കുമ്പോൾ നമ്മളെ സർക്കാരിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ജാതി പറയുന്നില്ല. നമ്മൾ പറയുന്നത് ഇപ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന ആൾക്ക് എന്ത് കഷ്ടത വന്ന് നമ്മൾ ആലോചിക്കുന്നില്ലോ. നമ്മൾ നേരെ മറിച്ച് അവൻ്റെ ജാതി ആയിരുന്നു ആദ്യം ചോദിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കേ പോകുന്നില്ല. അവൻ്റെ കഷ്ടത അറിഞ്ഞ് അവനെ ചേർത്ത് പിടിക്കുന്നതിലേക്കാണ് വരുന്നത്. നേരെ മറിച്ച് ഞാനൊരു മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വരുന്നത് ഞാൻ ആദ്യം അന്വേഷിക്കുക അവൻ ഏത് ജാതി ഉള്ളവനാണ്, അവൻ ഇവിടെ എൻ്റെ അടുത്തിരിക്കാനുള്ള അർഹതയുണ്ടോ, എൻ്റെ തോളോട് ചേർന്ന് നിൽക്കാനുള്ള അർഹതയുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കൂ. പക്ഷേ ഇപ്പം ഞാനൊരു ഇടതുപക്ഷത്തിലുള്ള ഒരു സംഘടന പ്രവർത്തനം നടത്തുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഞാൻ ഒരാളുടെ ഭക്ഷണത്തിൽ കൈയിട്ടെടുക്കുമ്പോൾ അവൻ ഏത് ജാതിയാണെന്ന് നോക്കുമ്പോൾ അവൻ എൻ്റെ സുഹൃത്താണോ അല്ലയോ എന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ. മറിച്ച് ജാതിയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കറിയാം ഇടതുപക്ഷം ഈ 10 വർഷത്തിനിടയിൽ വർഗീയ കലാപങ്ങളും മറ്റ് കലാപങ്ങളൊക്കെ വളരെ ചുരുക്കം വളരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നമുക്ക്. അത് ഈ സർവ്വ തരത്തിലുള്ള മനുഷ്യനെ ചേർത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മതേതരത്വം എന്നുള്ള ആശയത്തിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലത്തെ ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് സംസാരിച്ചത് അയ്യപ്പൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഇതേ സാധനം ഇദ്ദേഹം കോഴിക്കോട് വന്ന് സംസാരിച്ച സമയത്ത് അയ്യപ്പനെ റെസ്പെക്ട് ചെയ്യാത്തവർക്ക് വോട്ടില്ല, ആ സംശയം അതുപോലത്തെ എന്തോ കാര്യങ്ങളാണ് കൊടുക്കരുത്, ആ രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എവിടത്തേക്കാണ് പോകുന്നത്? പണ്ട് ഈ മൊത്തത്തിൽ ഇപ്പോഴും രാമനെ വെച്ചാണ് ഇവർ രാഷ്ട്രീയം പറയുന്നത്, വോട്ട് പിടിക്കുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. ആ രീതിയിൽ മനുഷ്യരെ ഒരു പ്രത്യേക വിഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ സാധനം ഇവിടെ കേരളത്തിൽ വന്ന് അയ്യപ്പനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി ഞാനതിൽ കാണുന്നുണ്ട്. അതൊരു പ്രത്യേക ആശയത്തിലേക്ക് ചുരുങ്ങി പോവുകയും ഈ കേരളത്തിൻ്റെ മതേതരത്വ മുഖത്തിന് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിട്ടു ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിനെ ഗണ്ണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് പറയാനില്ല. അതിനെ ഗണ്ണിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും മറ്റു പാർട്ടികൾക്ക് പറയാനില്ല. അപ്പോൾ മതം അല്ലെങ്കിൽ ജാതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ നമ്മൾ തള്ളിക്കറിയായിട്ട് നമ്മൾ ജൻസി കുട്ടികൾ തന്നെയാണ് ഏറ്റവും മുമ്പിൽ. അപ്പോൾ അവർ അത് കൃത്യമായി മനസ്സിലാക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ജാതിയൊക്കെ കൂടുതലായിട്ട് വരുന്നത് വിശ്വാസം, ഭക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഇടതുപക്ഷ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോഴേ കൂടുതൽ യുക്തിയും ശാസ്ത്രവും അതിലധിഷ്ഠിതമായിട്ട് മുമ്പോട്ട് പോകുന്നതിൻ്റെ ഒരു ഗുണം നമുക്കുണ്ട് എന്നുള്ളതാണ്. അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയേറെ ഒഴിവായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാതി വലിയ വിഷയം വരുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഒരു വീട്ടിൽ തന്നെ ഏതാണ്ട് എല്ലാ ജാതികൾ വിഭാഗം ആൾക്കാരും വരുന്ന അവസ്ഥയിലേക്ക് വന്നു. പണ്ടൊക്കെ ആണെങ്കിൽ വ്യത്യസ്ത ജാതി മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കുന്നത് വലിയ പ്രശ്നമായി കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൂടുതലും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൊക്കെ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊന്നൊരു പ്രശ്നമല്ലാതായി തീരുമ്പോൾ ഒരേ വീട്ടിൽ തന്നെ വ്യത്യസ്ത ജാതിക്കാർ വരുമ്പോൾ വലിയ ജാതി ബഹളമോ കുഴപ്പങ്ങളോ ഇല്ലാത്തൊരു രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ശാസ്ത്രം അല്ലെങ്കിൽ യുക്തിചിന്ത ഈ പറഞ്ഞ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക് ഭരിക്കുമ്പോഴൊക്കെ ഈ ഒരു ജാതി പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇല്ലാതായി പോകുന്ന ഒരു വലിയ പ്രശ്നം നടക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ വീട്ടുകാർ ഭയങ്കര മതവിശ്വാസികളോ ജാതി വിശ്വാസികളാകുമ്പോൾ മക്കളെ മുഴുവൻ അതിൽ തെറിച്ചു പോകുന്നുണ്ട്. അല്ലെങ്കിൽ അതൊന്നും പിന്നെ ഫോളോ ചെയ്യാതെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. മിക്കവാറും വീടുകളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും നിങ്ങളെല്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മൾ ദൈവത്തിലേക്ക് പോകുന്നത്, ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ദൈവത്തെ കൂട്ടുപിടിക്കുന്നത്, ജാതിയെ കൂട്ടുപിടിക്കുന്നത്, വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് പൂർണ്ണമായിട്ട് അവർക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് കൃത്യമായി പറയാൻ കാര്യങ്ങളില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിൽ നടന്നിട്ടുള്ള ഓരോ മേഖലയും, അത് തൊഴിൽ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും പാർപ്പിടത്തിൻ്റെ വീടിൻ്റെ മേഖലയിലായാലും പട്ടയ ദാനത്തിൻ്റെ പേരിലായാലും ഇങ്ങനെ ഓരോ മേഖലയിലും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത് ചിലപ്പോൾ കേരളത്തിലെ ചരിത്രത്തിലില്ലാത്ത നേട്ടങ്ങളാണ്. മറ്റു ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ ഒരു ഘട്ടത്തിലും ഒരു കാലത്തും കഴിയാത്ത അവസ്ഥയിലേക്കുള്ള വളർച്ച, വികസനം
ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഇടതുപക്ഷം കുറച്ച് എന്താ പറയുക തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ ഫോക്കസ് ചെയ്യുകയും ആൾക്കാരുടെ നിരന്തരമായിട്ട് പറഞ്ഞു വരികയും ചെയ്തത്. ആ പറഞ്ഞു വരുന്ന സന്ദർഭത്തിലാണ് ഇത് ക്ലച്ച് പിടിക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ്, കാരണം ജനങ്ങളുടെ നെഞ്ചിൽ തൊട്ടിട്ടാണ് ഇത് പറഞ്ഞത്. അല്ലെ, അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് കിട്ടിയത്, നിങ്ങൾക്ക് തൊഴിൽ കിട്ടിയത്, നിങ്ങളുടെ വിദ്യാലയം ഇങ്ങനെ ആയത്, ഇന്റർനാഷണൽ ആയിട്ട് മാറിയത്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും കമ്പ്യൂട്ടർ ലഭിക്കുന്നു എന്ന് പറയുന്നത്, അതുപോലെ ഭൂമിയില്ലാത്ത ആളുകൾക്ക് എന്താ പറയുക അവരെയൊക്കെ ജന്മിമാരാക്കുന്ന ഈ എന്താ പറയുക പട്ടയം കിട്ടിയത്, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് കൃത്യമായിട്ട് ആളുകൾ നെഞ്ചിൽ കൊണ്ടുവരും. കാരണം വെച്ചാൽ അവരുടെ അനുഭവമാണ്. ആ അനുഭവമാണ് ഇടതുപക്ഷം പറയുന്നത്. അത് പറയുന്ന സന്ദർഭത്തിലാണ് കനകോലുവിൻ്റെ പുതിയ സിദ്ധാന്തം അല്ലെങ്കിൽ പഴയ ഗീബൽസിന്റെ സിദ്ധാന്തം കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കേരളീയ ജീവിതത്തിലേക്ക്, കേരളീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു നമ്മളെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു നുണ പല ആവർത്തി പറഞ്ഞാൽ അത് സത്യമായി മാറും എന്ന് ഗീബൽസ് മുമ്പേ പറഞ്ഞതാണ്. അതുകൊണ്ട് കളവ് പറയുക, വീണ്ടും കളവ് പറയുക, വീണ്ടും കളവ് പറയുക, ഇങ്ങനെയാണ്. അപ്പോൾ ഇത് പറഞ്ഞ് അവസാനം കളവ് മാത്രം അന്തരീക്ഷത്തിൽ നിൽക്കുകയും ഈ വസ്തുത സത്യം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്താ പറയുക അതിനെ പൂർണ്ണമായിട്ട് നെഗ്ലക്ട് ചെയ്തതിന് പകരം ചിലപ്പോൾ നമ്മളും അതിന് മറുപടി പറഞ്ഞു കാരണം ഈ കേട്ടിട്ട് സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മറുപടി പറയാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പുതിയ ജനറേഷനായാലും ഞങ്ങളെപ്പോലുള്ള പഴയ ജനറേഷനായാലും കാണേണ്ട ഒരു കാര്യം, ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ശബരിമലയെ കുറിച്ച് പറയാനല്ലാതെ ജനങ്ങളെ തൊട്ട്, ജനങ്ങളുടെ ജീവിതത്തെ തൊട്ട്, അവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾ ആയിട്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പരാമർശിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ ശബരിമലയിലെ അയ്യപ്പനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തെയോ ജാതിയെയോ കൂട്ടുപിടിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെ ഈ പറയുന്ന ദൈവത്തെ കയറി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്ത പ്രശ്നമാണ്. പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് മാധ്യമങ്ങൾ, ജയരാം മാഷോട് സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾ നൽകുന്ന പ്രചാരം, മാധ്യമങ്ങൾ നൽകുന്ന അതിന് ഉള്ള പ്രാധാന്യമൊക്കെ വളരെ വളരെ വലുതുമാണ്. അല്ലേ, അതിനകത്ത് വസ്തുത പറഞ്ഞാൽ, കാര്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വരുന്ന വാർത്തയുടെ സ്ഥാനത്ത് ഇത് ഇങ്ങനെ എന്താ പറയുക 4 കോളം 5 കോളം ന്യൂസായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ കൃത്യമായിട്ട് വരും. പിന്നെ ത്രൂ ഔട്ട് ഒരു ദിവസം മുഴുവനും ചാനലുകളിലൂടെയും ഇത് കടന്നു വരുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ സംസാരിച്ച ആൾക്കാർ മുഴുവനും ഇതിൻ്റെ ഒരു പ്രാധാന്യം എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം, നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്, കേരളത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്നിപ്പോൾ എന്താ പറയുക നമ്മൾ ഹോട്ടലുകളിൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് കയറി പോകണമെങ്കിൽ എപ്പോഴും അങ്ങനെയൊരു അവസ്ഥ മാറും അല്ലേ എന്ന് നമുക്ക് വിധിയോടെ ഓർക്കുന്നുണ്ട്. അത് ഇന്ത്യയെ ബാധിക്കും, അത് ലോകത്തെ ഇപ്പോൾ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ എന്താ പറയുക ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന മാറ്റം, ലോകം മാറുകയാണ്. ഈ പണ്ട് ഒരു 40കളിലും 50കളിലും ഇവൻ 60കളിലും അല്ലെങ്കിൽ 70കളിലും ഒക്കെ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, ഏറ്റവും പുരോഗമനപരമായ കാര്യങ്ങൾ പറയുന്നിടത്തേക്ക് ലോകരാഷ്ട്രങ്ങൾ അവർ ചെയ്യുന്നത് അങ്ങനെയല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്ന ഒരു രീതി ഉണ്ടായി. പക്ഷേ ഇപ്പോഴും ഈ 2000-ന് ശേഷം ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് ലോകത്ത് ഇപ്പോൾ ഫാസിസത്തിന് അല്ലെങ്കിൽ നാസിസത്തിനെതിരെയൊക്കെ അതിശക്തമായിട്ട് സമരം ചെയ്ത ജർമ്മനിയിലെ ആൾക്കാരുകൾ, ജർമ്മനിയിൽ പോയി അവിടെ ഈ എന്താ പറയുക ഈ പുതിയ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ പല രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാരെ അല്ലെങ്കിൽ പ്രസിഡന്റുമാരെ എന്ന് പറയുന്നത് ഏറ്റവും സങ്കുചിതമായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, വംശീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അവരുടെ എന്താ പറയുക വിജയിക്കാനും കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ട്രംപിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഞാൻ ഓരോന്നെടുത്ത് പറയുന്നുണ്ട്. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകുന്നത് ഈ പുതിയ ലോക സാഹചര്യം, ഇങ്ങനെയുള്ള നമ്മൾ എമർജ് ചെയ്തിട്ടുള്ള ലോക സാഹചര്യം ഇത് കൃത്യമായിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിലപാടെടുക്കേണ്ട ഒരു രാജ്യം ഇന്ത്യയാണ്.
നമുക്കാണ് എണ്ണ വേണ്ടത്, അല്ലെങ്കിൽ ഇത് വാതകം വേണ്ടത് നമുക്കാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഹോർമസ് കടൽ എന്താ പറയുക അതിനെ ഇത് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയാതെ 100-100-ലധികം പേർക്കുന്ന ചെറിയ കുട്ടികളെ പോലും നിർദാക്ഷിണ്യം കൊന്നൊടുക്കുക, എന്താ പറയുക മിസൈൽ ആക്രമണം നടക്കുമ്പോഴും നമ്മുടെ ലോകത്തിൻ്റെ ഇങ്ങനെ ലോക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ട് ഇടപെട്ട ഒരു പാരമ്പര്യമാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ജവഹർലാൽ നെഹ്റു ഈജിപ്ഷ്യൻ പ്രസിഡന്റായിട്ടുള്ള അൻവർ സാദത്തൊക്കെ ചേർന്നിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൽ കാസ്ട്രോയും ചേർന്നിട്ടാണ് ലോകത്ത് ഇതിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ഭാഗത്തല്ല, അല്ലെങ്കിൽ അതിന് ഒപ്പം നിൽക്കുന്നില്ല. ഇതിന് എന്താ പറയുക വളരെ സ്വതന്ത്രമായ നിലപാട് ചേരിചേരാ നയം എന്ന് പറയുന്ന ഒരു പുതിയ മൂവ്മെന്റ് കൊണ്ടുവന്നു, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ആ മൂവ്മെന്റ് തുടങ്ങി വെച്ച രാജ്യം ഇന്ത്യയാണ്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ അങ്ങനെ നെഹ്റുവിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ തൊട്ടു പിന്നാലേക്കുള്ള കാലത്തൊക്കെ ഇങ്ങനെയുള്ള ലോക സംഘർഷങ്ങൾ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജനപക്ഷത്തു നിന്ന് എന്താ പറയുക ഇടപെട്ട ഒരു പാരമ്പര്യവും പൈതൃകമുള്ള നാട്ടിൽ ഇന്നിപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലക്ക് മുകളിൽ തന്നെ ഡെമോക്രസിന്റെ വാള് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ പോലും സമാനൊരു അക്ഷരം പറയാതെ അല്ലേ ഒന്നും നിശബ്ദത പാലിക്കുന്നു, എല്ലാവരും മൗനിഭാവമാരായിട്ട് മാറുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് എന്താണ് ഇതിനെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കൂടിയാണ്. കാരണം രാജ്യത്തിൻ്റെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ രീതിയിൽ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ശതമാനം ഓഹരി മാത്രമേ അതിന് സർക്കാരിൻ്റെതായിട്ടുള്ളൂ. ബാക്കി ഭൂരിഭാഗം ഓഹരികളും സ്വകാര്യ കമ്പനികൾക്ക് വിറ്റുപോയി എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും മോശമായ അനുഭവം അനുഭവിച്ചതൊരു പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സർക്കാരായിരിക്കും. നമുക്ക് കിട്ടാനുള്ള പലതരത്തിലുള്ള GST തീരുവകളടക്കമുള്ള പല പണവും നമുക്ക് കിട്ടാതിരിക്കുകയും പലപ്പോഴും നമ്മൾ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ക്രെഡിറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും രാജ്യം ഭരിക്കുന്ന ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ ഈ അടുത്ത കാലത്ത് വരെ കണ്ടിട്ടുള്ളതാണ്, റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ നിലയിൽ കോർപ്പറേറ്റുകൾക്ക് യുക്തികൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും അമേരിക്ക പോലുള്ള ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ലോകത്തെ നിർദാക്ഷിണ്യം ആളുകളെ കൊന്നൊടുക്കുന്ന യാതൊരു തരത്തിലുള്ള കരുണയോടുകൂടിയും സാമൂഹികമായി ഇടപെടാത്ത ഒരു രാഷ്ട്രശക്തിയോട് നമ്മുടെ രാജ്യം എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം ലജ്ജിപ്പിക്കുന്നതാണ്. ഒരിക്കലും ഒരു ഇസ്രായേലിനോടോ അമേരിക്കയോടോ മാനുഷിക ബോധമുള്ള സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല. അവർ പലസ്തീനിൽ നടത്തിയ അങ്ങേയറ്റം വലിയ കൂട്ടക്കുരുതികളോട് നമുക്ക് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നീതിബോധം ചേർന്ന് നിൽക്കില്ല. പക്ഷേ രാജ്യം ഭരിക്കുന്നവരുടെ നീതിബോധം തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കും. കാരണം അവർ ഗുജറാത്തിൽ ചെയ്തത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഗോദ്രയിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയ വർഗീയ കലാപങ്ങൾ രാജ്യത്ത് രൂപപ്പെടുത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ ബീഹാറിലൊരു വീട്ട് ഉടമസ്ഥൻ ഒരു സ്ത്രീയെ അതിദാരുണമായി മർദ്ദിച്ച് കൊല്ലുകയും അവരെ മദ്യവും മൂത്രവും അവരുടെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തൊരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങൾ രാജ്യത്തുടനീളം നടക്കുമ്പോഴും നമ്മുടെ രാജ്യം ലോകത്തിന് മുഴുവൻ മാതൃകയാണെന്നാണ് വിശ്വഗുരുവായ പ്രധാനമന്ത്രി പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അങ്ങേയറ്റം വലിയ നിലയിലുള്ള കടുത്ത കാലുഷ്യങ്ങളിലൂടെയാണ് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗം ഇന്ത്യയിൽ ജീവിച്ചു പോകുന്നത്. ജീവിത നിലവാരത്തിനുള്ള എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതാവുകയും ജീവിത നിലവാരത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ഇല്ലാതാവുകയും കടുത്ത പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും ദൈനംദിന ജീവിതത്തെ ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. പല വാർത്തകളും പുറത്തു വരാത്തതാണ്. ഉത്തരേന്ത്യയിൽ നടക്കുന്ന പല വാർത്തകളും നമ്മൾ പുറത്തു വരുന്നില്ല. വളരെ അപൂർവം ചില മാധ്യമങ്ങൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഗോദി മീഡിയ ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിന് ബദലായിട്ടാണ് ഒരുപക്ഷെ കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. ഒരുപക്ഷെ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന മറ്റു പല സർക്കാരുകളും അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. കർണാടകയിൽ നമ്മൾ ഒരു ബുൾഡോസർ രാജിന്റെ അവസ്ഥ കണ്ടതാണ്. അവർക്ക് 1 വർഷമായിട്ട് പോലും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയോ അവരെ പുനരധിവസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെയാണ് കേരളം ഒരുപക്ഷെ വലിയൊരു ബദൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്. കാരണം കേരള സർക്കാർ ഈ അടുത്ത കാലത്ത് നേരിട്ട വലിയ പ്രശ്നങ്ങളിലൊന്ന് 2 വലിയ പ്രളയങ്ങൾ നേരിട്ടു, കോവിഡ് നേരിട്ടു, നിപ്പ നേരിട്ടു. ഈ സമയത്തൊക്കെ പ്രധാനമന്ത്രി കേരളത്തിൽ ഹെലികോപ്റ്ററിലൂടെ സന്ദർശിക്കുകയും കുട്ടിയെ വാരിപ്പുണർന്ന് പോവുകയും ചെയ്തതല്ലാതെ 1 രൂപ പോലും തന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനുള്ള പൈസ അങ്ങോട്ട് എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വെറും ഫോട്ടോ എടുക്കാൻ മാത്രം, ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം വരുന്ന ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് യാതൊരു തരത്തിലുള്ള നടപടികളും നടത്താനാകാത്ത, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് യാതൊരു തരത്തിലും ധൈര്യപൂർവ്വം സംവദിക്കാൻ അറിയാത്ത
ഒരു പേടിത്തൊണ്ടനായ രാജ്യാധികാരി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് നമ്മൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഓരോ ദിവസം ഓരോ പുത്തൻ വസ്ത്രങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നല്ലാതെ ഒരു നയതന്ത്രജ്ഞന്റെ സാമാന്യ ബോധം പോലും ഇല്ല എന്നുള്ളത് നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു ബദലായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. ഇപ്പോൾ വയനാട് ടൗൺഷിപ്പ് നമ്മൾ നോക്കുക, എത്ര പെട്ടെന്നാണ് അത് പൂർത്തീകരിച്ചത്. ഏറ്റവും അടിസ്ഥാന വീടും ജീവനുകളും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വീട് ലഭിക്കുകയാണ്. വീട് ലഭിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവർക്ക് വീട്ടു വാടക ലഭിക്കുകയാണ്, തൊഴിൽ ലഭിക്കുകയാണ്. അത് മാത്രമല്ല, വീട്ടുപകരണങ്ങൾ അടക്കം ലഭിക്കുകയാണ്. വീട് മാത്രമല്ല, വീട്ടുപകരണങ്ങളും ഇനിയുള്ള തുടർന്ന ജീവിതത്തിന് അടിസ്ഥാനപരമായി എന്തൊക്കെ വേണം അതൊക്കെ ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കേരളം പോലുള്ള ഒരു പ്രദേശം കേന്ദ്രം അങ്ങേയറ്റം പല നിലയിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന സന്ദർഭത്തിലും കേരളം ഒരു ബദൽ രൂപപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സാമൂഹ്യ നീതിയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് യുക്തികൾക്കെതിരെ നമ്മുടെ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സേവന മേഖലയെ ദൃഢപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പലരും ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഫ്രീ ആയിട്ട് ആരോഗ്യം കൊടുക്കുന്നത്, ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നത്? അപ്പൊ സേവന മേഖല എന്ന് പറയുന്ന ഏറ്റവും ദൃഢപ്പെടുത്തേണ്ടുന്ന ഒരിടത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് ഒരുപക്ഷെ രാജ്യത്തിന് തന്നെ ഒരു ബദലായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ സാമൂഹ്യ നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുത്തായിട്ട് ഇന്ന് കേരളം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഓർക്കേണ്ടത് പറയുന്നുണ്ട്. പക്ഷേ LPG ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഞാൻ പണിയെടുത്താൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇടപെടുമ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മുടെ അടുപ്പ് പുകയാൻ ഉൾപ്പെടെ കാരണമാകുന്നത്, അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ ഉൾപ്പെടെ കാരണമാകുന്നുള്ളത്. ഇത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് ആൾക്കാരിലേക്ക് ബോധ്യം വരുന്നത്. ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എല്ലായിടത്തും മനുഷ്യൻ്റെ കഥ ഒരുപോലെയാണ്. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോഴും ഇന്ത്യ എടുക്കുന്ന നിലപാട് ശരിയല്ല എന്നൊരു അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ എല്ലാ കാലഘട്ടത്തിനകത്തും ഇത്തരത്തിലുള്ള വംശീയപരമായുള്ള കാര്യങ്ങൾക്കായാലും അധിനിവേശത്തിനെതിരെ ഉൾപ്പെടെ നിലപാടെടുത്തൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിളിക്കുമ്പോൾ നമ്മൾക്കൊക്കെയും വേറെ അഭിമാനം വരുന്നത് അത്തരത്തിലൊരു നിലപാടെടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം എന്ന ഘട്ടത്തിനകത്തായാലും ഇപ്പോൾ സമീപകാലത്തെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ നിലപാടിനകത്ത് വെള്ളം ചേർത്ത് അമേരിക്കയുടെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ ഓരോ ഘട്ടത്തിനകത്തും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ വേണ്ടി പോലും അമേരിക്കയുടെ അനുവാദം ചോദിക്കേണ്ട രീതിയിൽ അമേരിക്കയുടെ അടിമയായി ഇന്ത്യ മാറുന്നു എന്നുള്ള വലിയൊരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം. യഥാർത്ഥത്തിൽ അത് ഇന്ത്യയുടെ അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസമാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ അഭിപ്രായമാണ് എന്നതല്ലാതെ ഇന്ത്യയുടെ അഭിപ്രായമായി വീക്ഷിക്കുന്നതിൽ ശരിയൊന്നുമല്ല. പക്ഷെ കാരണം കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇതിനെതിരെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന യുവജന വിദ്യാർത്ഥി, സ്വാഭാവിക യുവത സംസാരിക്കുന്നതെന്നാണല്ലോ, യുവാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ കേരളത്തിനകത്തും നീലേശ്വരത്തിൻ്റെ തെരുവോരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. യുദ്ധത്തിനെതിരെ എല്ലാ ഘട്ടത്തിനകത്തും നിലപാടെടുക്കണം എന്ന് പറയുന്നവരാണ് ഈ നാടിനകത്തുള്ള യുവത. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അവരുടെ നിലപാടിനകത്ത് വെള്ളം ചേർക്കുന്ന ഒരു വലിയൊരു പ്രയാസത്തിലേക്ക് പോകുന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ പ്രധാനമന്ത്രി മുതൽ താഴേക്കിടയിലുള്ള നേതാക്കൾ വരെ ഓരോ ഘട്ടത്തിനകത്തും വെള്ളം ചേർക്കുന്ന ഒരു സമീപനം നമ്മളിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊതുവെ നേരത്തെ സൂചിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ട് അമേരിക്കയും ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ചെയ്യുമ്പോൾ നിലവിൽ നമ്മുടെ യുവാക്കൾ ഉൾപ്പെടെ അതിനെതിരെ നിലപാടെടുക്കുന്നവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് ബഹുഭൂരിപക്ഷം സംസ്ഥാനത്തിനകത്തും അധികാരത്തിൽ വരുന്നതെങ്കിൽ പോലും ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വിമർശനം സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പിലെ ചില അട്ടിമറി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞു വെച്ച അതേ കാര്യമാണ്, കേരളം അതിനകത്തൊരു തുരുത്തായി മാറുന്നുണ്ട്. കേരളത്തിനകത്തുള്ള സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. അവരോട് ഐക്യപ്പെടുന്ന ഈ പലസ്തീനും ഇസ്രായേലും വിഷയം വരുമ്പോൾ പലസ്തീനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയും ഇറാനും ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ഐക്യപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം യുദ്ധത്തിനെതിരെ നിലപാടെടുക്കുന്നവരായിട്ട് നമ്മുടെ ഗവൺമെൻറ് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. സമീപ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിനകത്ത് ഉൾപ്പെടെയുള്ള ചില യുവാക്കൾ തൃശ്ശൂർ പൂരത്തിന് അമിട്ടുപൊട്ടിക്കുന്ന പോലെയാണ് പാകിസ്ഥാനിലേക്ക് മിസൈൽ വിടുന്നത് എന്നുള്ള ധാരണയിൽ ഒരുപാട് യുവാക്കളുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി അതിനെ നല്ല രീതിക്കകത്ത് അവതരിപ്പിച്ച് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പത്രസമ്മേളനങ്ങളുടെ ഭാഗങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിനകത്തുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തെ അഭിസംബോധന ചെയ്തത് നമ്മളൊക്കെയും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു നിലപാട് യുവാക്കൾക്കുണ്ട്, അത്തരത്തിലുള്ള നിലപാട് കേരളത്തിനകത്തുണ്ട്. നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടി വരും. വർഗീയ കലാപമാണെങ്കിലും ഇത്തരത്തിൽ യുദ്ധമായാലും നഷ്ടപ്പെടുന്നത് മനുഷ്യ ജീവനുകളാണ്.
അപ്പോൾ ഇത്തരം മനുഷ്യ ജീവനുകളെ ചേർത്ത് നിർത്തിയൊരു ഗവൺമെൻറ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് കൂട്ടി വായിക്കുമ്പോൾ 10 വർഷം വർഗീയ കലാപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് തലശ്ശേരി കലാപം ഉൾപ്പെടെ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ കേരളം അനുഭവിച്ചിട്ടുണ്ട്. അന്ന് തലശ്ശേരി കലാപം തടയാൻ വേണ്ടി മുന്നിൽ നിന്ന ആൾക്കാരാണ് ഇന്ന് കേരളത്തിൻ്റെ ഭരണാധികാരിയായി വന്നിട്ടുള്ളത് എന്നുള്ളത് ഉൾപ്പെടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഭരണം തുടരണം, ഇടതുപക്ഷം ഇനിയും തുടരണമെന്ന് ആവശ്യപ്പെടുന്നതും അവകാശപ്പെടുന്നതും ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന സജ്ജരായി നിൽക്കുന്ന ഉൾപ്പെടെ ഇതുകൊണ്ട് തന്നെയാണ്. ഈ നാടിനകത്തുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉൾപ്പെടെ നല്ല നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് കേരളത്തിനകത്ത് നിലവിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് മാത്രമാണ്. ഇത്തരത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ് തുടരണമെന്ന് ഇന്നത്തെ യുവാക്കൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ചേർത്ത് പിടിച്ചിട്ട് പോവാം. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായാലും യുവാക്കൾ പിറകോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള നിലപാടുള്ള യുവത ഇന്ന് കേരളത്തിനകത്തുണ്ട്. അത് 1957 മുതൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് തുടരണം, ജനക്ഷേമ പ്രവർത്തനം തുടരണം, വികസനം തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആരിൽ നിന്നാണ് നമ്മൾ ഈ നിലപാട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. ഗുജറാത്ത് കലാപം നടത്തിയ അല്ലെങ്കിൽ മണിപ്പൂർ കലാപം ഇന്ത്യയിൽ രാജ്യം ഈ ഒരു ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മണിപ്പൂർ കലാപം നടന്നിട്ടും അതിലൊരു നിലപാടെടുക്കാണ്ട് പോയ ഒരു രാജ്യത്തിനകത്തൊരു കലാപം നടന്ന് ഒരു വർഗീയ കലാപം നടന്നിട്ട് ഒരു 24 മണിക്കൂറിനുള്ളിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അതിൽ ഒരു ശക്തമായ നിലപാടെടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കലാപത്തിൻ്റെ പിന്നിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് വ്യക്തമായ പങ്കുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലേക്ക് ഈ രീതിയിലേക്ക് ഗുജറാത്ത് കലാപവും മണിപ്പൂർ കലാപമെല്ലാം സംഘടിപ്പിച്ച ഒരു വിഭാഗത്തിനോടാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ യുദ്ധത്തിൽ നിലപാടെടുക്കാത്തതെന്ന്. അത് നമുക്ക് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം. കാരണം ഇവരെപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ കൂടെയാണ് നിലവിൽ ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടം നിൽക്കുന്നത്. അത് ഇന്ത്യയിലെടുത്ത വിവിധ നയങ്ങളുടെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പൗരത്വ ഭേദഗതി നിയമം അടക്കം ഇന്ത്യയിൽ പാസ്സാക്കിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളെ അവർ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇത്തരത്തിലേക്കുള്ള വിഷയങ്ങളെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഭരണകൂടമാണ്. ഇവർ ചൂഷണം ചെയ്യുന്ന വിഭാഗത്തിൻ്റെ ഒപ്പം തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇവർക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ മൂട് താങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിലവിൽ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം പോയെന്ന് ആ ഒരു സമയത്ത് കേരളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആശ്വാസത്തിന്റെ തുരുത്ത് തന്നെയാണ്. ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ പൗരത്വ ഭേദഗതി ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഇത്തരത്തിലേക്കുള്ള വർഗീയത കുത്തി നടക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഏത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും അവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണ സംവിധാനവും കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ കേരളം ഏത് കാലത്തേക്കും ഒരു ആശ്വാസത്തിന്റെ പച്ചത്തുരുത്തായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നതാണ് തോന്നുന്നത്. ഇന്റർവ്യൂ ചെയ്തു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇവിടെ സംസാരിച്ച ഓരോരാളും എത്രമാത്രം പൊളിറ്റിസൈസ്ഡ് ആണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. നമ്മൾ കുറച്ചാളുകളുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർ ചിലപ്പം രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റും. നിങ്ങളൊക്കെ സംസാരിച്ച ആൾക്കാരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നിലപാടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങളുടെ സംസാരം ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം. നിലപാടുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലപാടില്ലായ്മ ആണ് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ആകെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന സമയം, ലോകം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും പറയും. ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മിക്കവാറും രാജ്യങ്ങൾ, ലോകരാഷ്ട്രങ്ങൾ വലതുപക്ഷത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മിക്കവാറും രാജ്യങ്ങളെ തീവ്ര വലതുപക്ഷ നേതാക്കന്മാർ ഭരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കേരളം പോലുള്ള ഒരു പ്രദേശം, ആ പ്രദേശത്ത് നടക്കുന്ന പുരോഗമനപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സമീപനങ്ങൾ, ഇടപെടലുകൾ എപ്പോഴും വളരെ ആശ്വാസത്തോടു കൂടിയാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ഇന്ത്യ കാണുന്നത്, ചിലപ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിലും കാണുന്നത് എന്ന് നമുക്ക് തന്നെ ഒന്ന് തോന്നണം സ്വാഭാവികമായിട്ടും. അപ്പം ഇങ്ങനെയുള്ള ഈ തുരുത്തിന്
സംരക്ഷിക്കുക എന്നുള്ളതാണ്. വീണ്ടും എന്താ പറയുക, തുടർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകളുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ പറഞ്ഞെത്തും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ വെറും ആഗ്രഹം മാത്രമല്ല, ആ ആഗ്രഹം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സ്വാഭാവികമായിട്ട് നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് വളരെ വിനയത്തോടു കൂടി എൻ്റെ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറ്. നമ്മളൊരു ഘട്ടത്തിൽ നമ്മൾ ഇതേപോലെ ചെയ്ത ആൾക്കാരാണ്. ഇപ്പോൾ നമുക്ക് വയസ്സ് പ്രായമായി, നമ്മുടെ നാട്ടിൽ നിങ്ങളുടെയൊക്കെ പിന്നെ വലിയച്ഛനും വലിയമ്മയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് വയസ്സ് പ്രായമായി എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. മിക്കവാറും നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വിഷയങ്ങളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. എല്ലാ വിഷയങ്ങളും വളരെ ഗൗരവത്തോടു കൂടിയിട്ട് സുദീർഘമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറയുക, വെളിച്ചത്തിൻ്റെ കുറവ് നമ്മൾ അതിനെ നമ്മുടെ എന്താ പറയുക സംസാരത്തെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും അംഗീകരിക്കുന്നു. ഏതായാലും കിട്ടിയ സമയത്തിനകത്ത് ഓരോ ആൾക്കാരും അവരുടെ അഭിപ്രായം വളരെ ശക്തമായിട്ട് ഇവിടെ പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സംസാരങ്ങളും നമ്മുടെ ഒരു ശുഭ പ്രതീക്ഷയിലേക്കാണ് നമ്മളെ എല്ലാം കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഇത് തുടരും, ഈ ഗവൺമെന്റ് തുടരും, ഇത് തുടരണം. നമ്മൾ ഗവൺമെന്റ് തുടരുന്നത് ഗവൺമെന്റ് ഇടതുപക്ഷമായതുകൊണ്ട് വലതുപക്ഷമായതുകൊണ്ട് ഗവൺമെന്റ് തുടരേണ്ടത് ഈ കാലത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ, കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അത് തുടർന്നും ലഭ്യമാകണമെങ്കിൽ ഈ ഗവൺമെന്റ് തുടരേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ആയതുകൊണ്ടാണ് ഇത് തുടരണം. അത് തുടരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ്. നുണകളിൽ ഇങ്ങനെ ഒരു മഹാപ്രവാഹമായിട്ട് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ആ നുണകളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണം എന്നുള്ളതാണ്. നുണയാണ് എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഇതേ കാര്യം കേട്ടുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ നമ്മൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ തയ്യാറാകും. അതുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പോകാനും ഈ കാര്യങ്ങൾ പറയാനും നിങ്ങൾ സമയം കണ്ടെത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരെയും, അത് തലമുറ വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് അവസാനിക്കുന്നതായിട്ട് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യും.